نازنین ناز نکن در رو کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SLC കുട്ടികളെ, ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പ്രഡിക്ഷൻ ആണ്, പ്രവചനമാണ്. ഏകദേശം ഒരു 12 മാർക്കോളം നിങ്ങൾക്ക് ഈ ഒറ്റ പ്രഡിക്ഷൻ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോവാണ്. റെഡിയാണല്ലോ? ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിൽ ആലോചിക്കുക. ഞാൻ പറഞ്ഞു തരുന്ന ചോദ്യം എങ്ങനെ ചോദിച്ചാലും അതിന്റെ ആൻസർ എഴുതേണ്ട ഒരു നേക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ട് എക്സാം ഹാളിലേക്ക് ചെല്ലുക. ആ ക്വസ്റ്റ്യൻ വന്നിക്കൊന്ന് ആദ്യം നോക്കട്ടോ. ഓക്കെ, ഞാൻ ഇന്നലെ വേറൊന്ന് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നിക്കോ നോക്കുക. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഒരു ഭാഗം അതെങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, അതും ശ്രദ്ധിക്കണം കേട്ടോ. സോ ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ തന്നെയുള്ള ഈ ഒരു 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും, അല്ലെ 2 മിനിമം വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നോക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ അതിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും MS സൊല്യൂഷൻ എല്ലാം പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കാറുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. സോ ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാൻ പോവാണ്. ഇതൊക്കെ ഒന്ന് തറബേ. ഓക്കെ, യെസ്. ആദ്യത്തെ ചോദ്യം, ഇതുപോലെ ഒരു ചോദ്യം എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണും. 2023 മാർച്ചിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ഒരു ചോദ്യത VS ഗ്രേറ്റർ ദാൻ VP, VP ഗ്രേറ്റർ ദാൻ VS, NP ഗ്രേറ്റർ ദാൻ NS, IP ഗ്രേറ്റർ ദാൻ IS. ഇതുപോലുള്ള ചോദ്യം, ഇത് സ്റ്റെപ്പ് ഡൗൺ ഏതാണ്, സ്റ്റെപ്പ് അപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ തിരിച്ചും മറിച്ചും കുത്തിത്തിരിപ്പ് ഹലാക്കൽ അവിലും കഞ്ഞിയാക്കി ചോദിച്ചാലും ശരി, എങ്ങനെ ചോദിച്ചാലും ആൻസർ എഴുതേണ്ട നേക്ക് ഇവിടെ ശ്രദ്ധിച്ചോളൂ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഈ മൈക്ക് എന്താ ചെയ്യറബേ. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത്, ഞാൻ തുണി എടുത്താൽ കൊണ്ടേ ഈ സാധനം ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. യെസ്. സോ ഞങ്ങൾ തുണി കൊടുത്ത് കാണുന്നുണ്ടോ നോക്കിയതാ. എൻ്റെ ഷർട്ട് വരെ അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഓക്കെ, യെസ്. ഈ ചങ്ങായിൻ്റെ കളിക്കുന്ന അടങ്ങി നിൽക്കടോ. യെസ്, നോക്കിക്കോളി. ഈ ഇക്വേഷൻ VS by VP is equal to NS by NP is equal to IP by IS. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതേതാ ഇക്വേഷൻ? ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്, മ്യൂച്വൽ തത്വം, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മുഖേന വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ആണ്. എന്ത് ഫോമറുടെ? ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ആണ്. ഇനി ഇതെങ്ങനെ പഠിക്കുക? അവിടെ ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചോളിയേ. ആദ്യം V എഴുതുക, N എഴുതുക, I എഴുതുക. എന്തൊക്കെ എഴുതി? VNI. ഇതുപോലെ ഡിവിഷൻ 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 കൊടുക്കുക. വീണ്ടും VNI 3 എഴുതിയോ? എന്ത് ചെയ്യുക? ആദ്യത്തേന് അല്ല ഈക്വൽ ടു ഇടുക, ഈക്വൽ ടു ഇടുക. ഒക്കെ ഇട്ട് V എഴുതി ഡിവിഷൻ ഇട്ടു, N ഡിവിഷൻ ഇട്ടു, I ഹരിച്ചു, ഈക്വൽ ടു ഇട്ടു. എന്ത് ചെയ്താ? SP. മൂന്നാമത്തത് I എത്തിക്കഴിഞ്ഞാൽ PS ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. സോ VS by VP is equal to NS by NP is equal to IP by IS. സോ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇത് ആരുടെ ഇക്വേഷൻ ആണ്? ഇത് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ആണ്. ട്രാൻസ്ഫോമറിന്റെ തത്വം എന്താ? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതെങ്ങനെ ഇനി നിങ്ങൾക്ക് മറന്നുപോലല്ലോ. ഇനി അഥവാ മറന്നു പോവാണെങ്കിൽ വെറുതെ എക്സാം ഹാളിൽ കുത്തിക്കുന്നതാ പഠിക്കാൻ വേണ്ടി. VS by VP, NS by NP, IP by IS മൂന്നും കൂടി ചേരുന്ന ഒരു ഇക്വേഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ട് ഒരു ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഓഹോ, ട്രാൻസ്ഫോമർ ഇക്വേഷൻ. VS by VP, NS by NP, IP by IS മൂന്നും കൂടി ചേരുന്ന ഒരു ഇക്വേഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ട് ഒരു ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഓ, ട്രാൻസ്ഫോമർ ഇക്വേഷൻ. യെസ്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കാറ്റിൻ മൺവിളക്കുതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്ത് മുല്ലപ്പോൾ ഒറ്റയ്ക്കോ നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കോ നിന്നില്ല. ഈ ഗിറ്റാറൊക്കെ പാടുന്ന ആൾക്കാർ കണ്ടില്ലേ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്? എന്താ പറയുക സംഭവം? ഇപ്പോൾ യേശുദാസ് പാടുന്ന സമയത്ത്, യേശുദാസ് ആണോ MG ശ്രീകുമാറാണോ എനിക്കറിയില്ല, ഈ പാട്ട് പാടുന്നതാ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കാറ്റിൻ മൺവിളക്കുതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്ത്. ആ ഒരു നോർമലായിട്ട് ഭയങ്കര നമുക്ക് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഗിറ്റാറും പിടിച്ച് കുറേ ചെക്കന്മാർ വരുന്നുണ്ട്. എന്താ പാടുക?
ഗൈസ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ ഓ യാ ബേബി ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതില്ലേ ഓ യാ ഇങ്ങനെയൊക്കെയാണ് പാടുക അല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടം പോയിന്റെ പോക്കാ. നോമ്പായ കൊണ്ട് എനിക്കൊന്നും പോകുന്നില്ല. ഇതാ പിന്നെയും വരുന്നത് ചങ്ങ ഇതേറെ കയറി വരുന്നത്. യെസ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോ ഇക്വേഷൻ പഠിച്ചു. VS/VP NS/NP IPB/IS മൂന്നും കൂടി ചേരുന്ന ഒരു ഇക്വേഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ട് ഒരു ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഇനി ഇതില്ലേ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ, VS കൂടുതൽ IS കൂടുതൽ എന്നൊക്കെ സംശയമുള്ള കുട്ടികൾ ഇവിടെ ശ്രദ്ധിച്ചോളി. ഇതാ ഇങ്ങനെ എഴുതുക. VS എന്ന് എഴുതി, NS എഴുതി, IP നമ്മൾ മുകളിൽ എഴുതിയ 3 സാധനം എന്താ VS NS IP. ഏതൊക്കെ എഴുതിയത്? VS NS IP. 3 ഇങ്ങനെ പൊങ്ങിക്കെടുക്കല്ലേ ചെയ്യുന്നത്. കൂടുക കൂടുക കൂടുക. VS കൂടുന്നു, NS കൂടുന്നു, IP കൂടുന്നു. ഏതാ ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതാണ് കോഡ്. ഇതെങ്ങനെ പഠിച്ചു വെക്കാന്നറിയോ? ശ്രദ്ധിച്ചോളി. ഇപ്പോ വിസ നൈസായി ഇന്ത്യൻ പോലീസ് UPയിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. എന്താ പറഞ്ഞത് മക്കളെ? വിസ നൈസായി ഇന്ത്യൻ പോലീസ് ഇതെന്താ ഇന്ത്യ തിരിഞ്ഞുപോയി, ചൈന ആയിപ്പോയല്ലോ. ഇന്ത്യൻ പോലീസ് പൊക്കിക്കൊണ്ടുപോയി, UPയിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. UP എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് കേട്ടോ. UPയിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. വാട്ട് എ പൊക്കലൈസേഷൻ. പൊക്കിക്കൊണ്ടുപോയി. ഇതാണ് കോഡ്. ഇതാ വിസ നൈസായി ഇന്ത്യൻ പോലീസ് UPയിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. വിസ VS നൈസായി NS ഇന്ത്യൻ പോലീസ് IP UPയിലേക്ക് സ്റ്റെപ്പ് അപ്പ് ആണ്. ഇത് പൊക്കിക്കൊണ്ടുപോയി. 3ഉം കൂടുകയാണ്. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ്, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്, പ്രൈമറിയിലെ കറന്റും കൂടുതലാണ്. ഇനി പഠിച്ചോ, ഒറ്റനേക്ക് മതി. അപ്പൊ സ്റ്റെപ്പ് ഇതിന്റെ ഇതിപ്പോ VS NS IP അല്ലേ. ഇനി ഇത് 3 ആണെങ്കിലോ, VP NP IS ആണെങ്കിലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത്രയേ ഉള്ളൂ. ഏതോ ഒറ്റ ഒന്ന് പഠിച്ചാൽ പോരെ, നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ചെയ്യേണ്ടത്. സോ ഒറ്റ നൈസേ ഉള്ളതാ, ഒറ്റ കോഡേ ഉള്ളൂ. വിസ നൈസായി ഇന്ത്യൻ പോലീസ് UPയിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നിങ്ങൾ പറയും, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറവായിരിക്കും, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും, പ്രൈമറിയിലെ കറന്റ് കുറവായിരിക്കും. ആര്? നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരം ചോദ്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൈഡിൽ എഴുതി വെച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ചോദിച്ചപ്പോ എന്താ, ഇതിൽ ഏതൊക്കെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് ചോദിച്ചത്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ നമ്മൾ പഠിച്ചത് എന്താ? വിസ നൈസായി ഇന്ത്യൻ പോലീസ് UPയിലേക്ക് സ്റ്റെപ്പ് അപ്പിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. ഇത് സ്റ്റെപ്പ് അപ്പാണ്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ആണ് നേരെ ഓപ്പോസിറ്റ്. VS കുറവായിരിക്കും, NS കുറവായിരിക്കും, IP-യും കുറവായിരിക്കും. ആരേക്കാൾ? VS ആരേക്കാൾ കുറവായിരിക്കും? VP-നേക്കാൾ കുറവായിരിക്കും. ഏത്? സ്റ്റെപ്പ് ഡൗൺ. ആ സംഗതി ഇവിടെ ഉണ്ടോ? ഇവിടെ ഇത് VS കൂടുതലാണ്, അപ്പൊ ഇത് തെറ്റാണ്. VS കുറവാണ്, അപ്പൊ ഇത് ശരിയാണ്, അപ്പൊ B ശരിയാണ്. ഇനി അടുത്തത് ഏതാ? NS കുറവാണ്, NS കുറവായിരിക്കണം, NS കുറവാണ്, ഇതും ശരിയാണ്. ഇനി എന്താ? IP കുറവായിരിക്കണം, ഇത് തെറ്റാണ്. സോ ഇത് രണ്ടുമാണ്. ഓക്കെ, റെഡി അല്ലേ? വിത്ത് പിക്ക് ഔട്ട് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് അനുയോജ്യമായ ബന്ധം തിരഞ്ഞെടുത്ത് എഴുതുക. സോ ഒറ്റ ട്രിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. വിസ നൈസായി ഇന്ത്യൻ പോലീസ് UPയിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. ഇത് എങ്ങനെ എഴുതണം? ഒന്നുകിൽ പാട്ട് പാടി പഠിക്കുക, അല്ലെങ്കിൽ VVNNII SP PS. റെഡി ആണല്ലോ? ഇനി അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 2023 ഷുവർ ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോഴെങ്കിലും വരാൻ ചാൻസ് ഉള്ളൂ, എങ്കിലും വരികയാണെങ്കിൽ പ്രഡിക്ഷൻ ചെയ്തത് റെഡിയായി എന്ന് പറയാലോ. ശ്രദ്ധിച്ചോളി, മാർച്ച് 2023 ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ട്രാൻസ്ഫോമർ, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അത് നേരത്തെ പഠിച്ച കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. സെക്കൻഡറിയിലെ ചുറ്റുപാടിന് കൂടുതൽ കുറവ്, ആ സംഗതി നോക്കിയാൽ മതി കേട്ടോ. ഇനി എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ ഹാസ്
5000 ടേൺസ് ഇൻ ദ പ്രൈമറി ഒക്കെ തന്നിട്ട് എന്താ ചോദിച്ചതെന്ന് അറിയോ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ? കാൽക്കുലേറ്റ് ദ കറന്റ് ഇൻ ദ സെക്കൻഡറി. അതായത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കാണാൻ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡറിയിലെ വൈദ്യുത പ്രവാഹവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നതാണ് കേട്ടോ. തന്നത് എൻ പി തന്നിട്ടുണ്ട് 5000 ടേൺസ്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം 5000 എന്ന് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ വോൾട്ടേജ് 240 എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറിയിലെ വോൾട്ടേജ് 24 എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രൈമറിയിലെ കറന്റ് 0.4 ആംപിയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആർ 240, 24 തന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിലെ വോൾട്ടേജ് ആണ് കേട്ടോ. സോ പ്രൈമറിയിലെ വോൾട്ടേജ് 240, ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 വോൾട്ട്. ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചത് എൻ എസ് കാണാനാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വി എസ് ഉണ്ട്, വി പി ഉണ്ട്, എൻ പി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടൂലേ? ദാ വി എസ് ബൈ വി പി, എൻ എസ് ബൈ എൻ പി, ആ രണ്ടെണ്ണം വെച്ചിട്ട് ഇതാ ഇതും തന്നിയുണ്ട്, ഇതും തന്നിയുണ്ട്, ഇതും തന്നിയുണ്ട്. എന്നിട്ട് ഇതല്ലേ കാണാൻ പറഞ്ഞത്? എൻ എസ് അല്ലേ? സോ എൻ എസ് അവിടെ വെക്കുക, എന്നിട്ട് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്തായി? വി എസ് ബൈ വി പി ഇൻറ്റു എൻ പി അല്ലേ ഉണ്ടാവുക. സോ വി എസ് ബൈ വി പി ഇൻറ്റു എൻ പി. ഇനി വി എസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 24 കൊടുത്തു. എൻ പിന്റെ സ്ഥാനത്ത് 5000 കൊടുത്തു. ഇനി വി പിന്റെ സ്ഥാനത്ത് 240 കൊടുത്തു. ഇത് സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യാം? ഇതാ 0 0 കട്ടായി, 24 കട്ടായി, ബാക്കി എന്താ ഉള്ളത്? 500. അപ്പൊ 500 നമ്പർ ഓഫ് ടേൺസ് നമുക്ക് കിട്ടി. 500 ചുറ്റുകളുടെ എണ്ണമാണ് എൻ എസ് ഉള്ളത് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? കാൽക്കുലേറ്റ് ദ കറന്റ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ കറന്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാ സെക്കൻഡറിയിലെ കറന്റ് കാണുക? വി എസ് ബൈ വി പി, എൻ എസ് ബൈ എൻ പി, ഐ പി ബി ഐ എസും. സോ വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ എസ് എന്ന് എഴുതാലോ. വി എസും വി പിയും തന്നിട്ടുണ്ട്. ഇതാ അതിന് ഐ പി തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് 0.4. ഐ എസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ കണ്ടുപിടിക്കാൻ പറഞ്ഞ ചെങ്ങായിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. ഇവർ രണ്ടാളെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോവുക. ഓക്കെ, കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഐ എസ് ഇങ്ങോട്ട് പോയി, ഐ എസ് ഈക്വൽ ടു ഐ പി അവിടെ തന്നെ ഉണ്ട് എഴുതി. ഇനി വി പി അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനുള്ള വി പി ഇൻറ്റു ആവും. കണ്ടോ പോയത്? ഇനി ന്യൂമറേറ്ററുള്ള വി എസ് അടിയിലേക്കും പോകും. കണ്ടോ പോയത്? യെസ്. ഇനി അത് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഐ പിന്റെ സ്ഥാനത്ത് 0.4 കൊടുത്തു, വി പിന്റെ സ്ഥാനത്ത് 240 കൊടുത്തു, വി എസിന്റെ സ്ഥാനത്ത് 24 കൊടുത്തു. ഇതെങ്ങനെ കട്ട് ചെയ്യുക? ഇതാ 24 കട്ട് ചെയ്തു. 10 പോയിന്റ് കൊണ്ട് കുടിച്ചാൽ ബാക്കി 4 കിട്ടും. സോ 4 ആംപിയർ എന്നാണ് ആൻസർ ഉണ്ടാവുക. എന്താ ഇപ്പൊ കിട്ടിയത്? ഐ എസ് 4 ആംപിയർ ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, പ്രൈമറിയിലെ വോൾട്ടേജ് 240 ആണ്, സെക്കൻഡറിയിലെ വോൾട്ടേജ് 24 ആണ്. അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ട്രാൻസ്ഫോമറാടാ? സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറവ് നമ്മൾ പറഞ്ഞില്ലേ? ഇപ്പോ സെക്കൻഡിലെ വോൾട്ടേജ് കൂടുതലാണ് അപ്പ്, കുറവാണെങ്കിൽ ഏതാ? സ്റ്റെപ്പ് ഡൗൺ. അപ്പൊ ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ് കേട്ടോ. ഓക്കെ, ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ, ചിലപ്പോഴേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ എന്ന് ചോദിച്ചാൽ ചോദിക്കും. വാട്ട് ഈസ് ദ യൂസ് ഓഫ് വാട്ട് ഹവർ മീറ്റർ ഇൻ എ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്? എന്തിനാണ് വാട്ട് ഹവർ മീറ്റർ ഉപയോഗിക്കുന്നത്? നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാട്ട് ഹവർ മീറ്റർ ഉണ്ട്. ഈ ചെക്കന്മാരല്ല, ഈ നമ്മുടെ കറണ്ട് നോക്കാൻ വരുന്ന ആൾക്കാർ ഒരു മീറ്റർ ബോർഡിലേക്ക് നോക്കും, വാട്ട് ഹവർ മീറ്റർ. ഓലയിലേക്ക് നോക്കുന്നത് എന്തിനായിട്ട്? സമയം നോക്കാനാണോ? അല്ല, എന്തിനാ? ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി. എത്രയാണ് നിങ്ങൾ വൈദ്യുതോർജം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അവർ കണ്ടുപിടിക്കും. വൈദ്യുതോർജം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനിന്റെ പേരാണ് എന്ത്? വാട്ട് ഹവർ മീറ്റർ. എന്താണ് വാട്ട് ഹവർ മീറ്ററിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ്? ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ശരിക്കും ജൂളാ, പക്ഷെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ഹവർ മീറ്റർ ആണ്. ഓക്കെ, എന്താ ഇതാ ഫുള്ളായിട്ട് എഴുതിക്കോ. വാട്ട് മറ്റേ വാട്ടായിപ്പോയല്ലോ. വാട്ട് ഹവർ മീറ്റർ അല്ലല്ലോ. വാട്ട് ഹവർ മീറ്റർ മെഷീന്റെ പേരല്ലേ. കിലോ വാട്ട് ഹവർ. ഓക്കെ, വൈദ്യുതോർജത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ കിലോ വാട്ട് ഹവർ. ഇനി വൈദ്യുതോർജം കാണാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാ? വാട്ട് ഹവർ. ഇത് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുക. ഒരു പക്ഷെ എങ്ങനെയൊക്കെ ചോദിക്കുക, ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു
സർക്യൂട്ടിന്റെ പേര് വാട്ട് ഹവർ മീറ്റർ. അല്ലെങ്കിൽ വാട്ട് ഹവർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി, വൈദ്യോർജ്ജം കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ത്? കിലോ വാട്ട് ഹവർ. ഇനി അതുമല്ല ഇങ്ങനെ ചോദിക്കുക, അതായത് വാട്ട് ഹവർ മീറ്ററിൽ നിന്ന് കണ്ടുപിടിക്കുന്ന എനർജിയുടെ യൂണിറ്റ് എന്ത്? കിലോ വാട്ട് ഹവർ. ഇത് പാമ്പും കോണി കളിക്കുന്ന മാതിരി കേട്ടോ. ഇത് തിരിച്ചു മറിച്ചൊക്കെ 1 മാർക്കിനെ ചോദിക്കുള്ളൂ കേട്ടോ, ഒറ്റ മാർക്കിനെ ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോളൂ. ഏതാ ക്വസ്റ്റ്യൻ? അത് ഷുവർ ക്വസ്റ്റ്യനാ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗൈസ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കിക്കോളി. Name the important stages in power transmission where the transformers are used. അതായത് വിതരണ ശൃംഖലയിൽ പ്രധാനമായും ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ് ആ ഘട്ടങ്ങള്? ഒന്നാമത്തെ ഘട്ടം പവർ സ്റ്റേഷന്, രണ്ടാമത്തെ ഘട്ടം സബ്സ്റ്റേഷന്, മൂന്നാമത്തെ ഘട്ടം ഡിസ്ട്രിബ്യൂഷന്, വിതരണ ട്രാൻസ്ഫോമർ, വിതരണം, നാലാമത് ട്രാൻസ്ഫോമർ. അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളെ കറണ്ട് എത്തുന്നത്. എടാ, കറണ്ട് ഉണ്ടാക്കുന്നത് എവിടുന്നാ? സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് ഒരു പാക്കറ്റ് കറണ്ട് കടിക്കുന്നല്ല പറയാ. കറണ്ട് ഉണ്ടാക്കുന്നത് എവിടുന്നാ? മൂലമറ്റം കുറ്റ്യാടി, പള്ളിവാസൽ, നെയ്വേലി, കായംകുളം, ബ്രഹ്മപുരം, രാമകുണ്ടം, ധാരാപൂർ, കൽപ്പക്കം, കുടംകുളം, കോട്ട, ഹൈഡ്രോ ഇലക്ട്രിക് ന്യൂക്ലിയർ, തലൈവ. പവർ സ്റ്റേഷനിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുക. പവർ സ്റ്റേഷനിൽ എന്താ ഉള്ളത്? വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു, 11 കിലോ വാട്ട് ഉണ്ടാക്കുന്നു. ആ 11 കിലോ വാട്ടിനെ പിന്നെ സബ്സ്റ്റേഷനിലേക്ക് എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. ആ സബ്സ്റ്റേഷനിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് എത്തും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കമ്പികൾ വഴി എവിടെ എത്തിക്കും? ലൈൻ കമ്പി, കണ്ടക്ടർ വഴി എവിടെ എത്തിക്കും? ഫേസും ന്യൂട്രൽ പോലെയുള്ള വയറുകൾ വഴി എവിടെ എത്തും? ട്രാൻസ്ഫോമറിലെത്തും. പിന്നെ അത് വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഇച്ചു കുറെ കറണ്ട് എടുക്കും. ഓക്കെ, സോ അങ്ങനെ 4 സ്റ്റേജുകൾ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യമാണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ കോസ് ഓഫ് പവർ ലോസ് ഇൻ പവർ ട്രാൻസ്മിഷൻ? ഇങ്ങനെ നിങ്ങൾ നമ്മുടെ പവർ സ്റ്റേഷനിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പവർ നഷ്ടം വരുന്നത്? പവർ നഷ്ടം വരണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പവർ ഇങ്ങനെ കറണ്ട് വഴി, മീൻസ് ലൈനുകൾ വഴി, കണ്ടക്ടർ, ആ ലൈനില്ലേ, ഫേസ് ലൈൻ എന്നൊക്കെ പറയുന്നത്, ആ ലൈന് വഴി ഇങ്ങനെ കറണ്ട് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര ലെങ്ത് ഇല്ലേ ഈ കറണ്ടിന്റെ വയറിന്? ഭയങ്കര ലെങ്ത് ഉണ്ടാവില്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. അതൊരു പോയിന്റ്. അത് നിങ്ങൾ +1 എത്തുമ്പോൾ പഠിച്ചോളൂ കേട്ടോ. R = ρ/L/A എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ +1 ഒക്കെ എത്തുമ്പോൾ പഠിച്ചു. ഇപ്പോൾ 9 പഠിപ്പിക്കുന്നുണ്ട്. സോ R = ρ/L/A എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിനർത്ഥം ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഇപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ അത്രയും ദൂരത്തേക്കുള്ള കമ്പി കൂടി കയറ്റി കൊണ്ടുപോകുമ്പോൾ എന്ത് കൂടും? ലെങ്ത് വളരെ കൂടുതലാണ്, അപ്പൊ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഈ റെസിസ്റ്റൻസ് കൂടുതലാകുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടിയാൽ ആര് കൂടും? ഹൈറ്റ് അല്ല, അത് ഹീറ്റാണ്. ഓക്കെ, താപം കൂടും. അപ്പൊ അത്രയും ദൂരം ഈ കമ്പികൾ വഴി ഇങ്ങനെ കറണ്ട് പോകുന്ന സമയത്ത് കമ്പി ഇങ്ങനെ ചൂടായി ഫുള്ള് ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതിലിങ്ങനെ ചിലപ്പോൾ കാക്കയൊക്കെ പോയാല് കാക്കയൊക്കെ എങ്ങനെ ആയി പോയി ഉണ്ടാവും? എന്താ പറയാ, കാക്കാഫാം ആയി പോയി ഉണ്ടാവും. ചിക്കൻ ആണെങ്കിൽ അൽഫാം, കാക്കയാണെങ്കിൽ കക്കാഫാം. ഓക്കെ, ആ അവസ്ഥയിലേക്ക് പൊരിഞ്ഞു ഉണ്ടാവും. അമ്മാതിരി ചൂടായിരിക്കും. അപ്പൊ താപരൂപത്തിൽ ഹീറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാകും? പവർ നഷ്ടപ്പെടും. കാര്യം പവർ എന്ന് പറയുന്നത് ഹീറ്റിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സോ ഹീറ്റ് രൂപത്തിൽ പവർ നഷ്ടപ്പെടുന്നു, ഹീറ്റ് രൂപത്തിൽ കറണ്ട് നഷ്ടപ്പെടുന്നു. അപ്പോൾ പവർ കുറഞ്ഞു പോകും. അങ്ങനെ പവർ ലോസ് ഇല്ലാണ്ട് നിൽക്കാൻ അടുത്ത വഴി ചോദിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ട്രാൻസ്ഫോമർ റെഡ്യൂസ് ദ പവർ ലോസ് ഇൻ ദ ട്രാൻസ്മിഷൻ. പവർ പ്രേഷണത്തിൽ പവർ നഷ്ടം പവർ നഷ്ടം കുറയ്ക്കാൻ ട്രാൻസ്ഫോമറുകൾ എങ്ങനെ സഹായിക്കുന്നു? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളി. പവർ എന്ന് പറഞ്ഞാൽ പവർ = വോൾട്ടേജ് × I എന്നൊരു ഇക്വേഷൻ ഇല്ലേ? P = VI. ഇതിൽ പവറിൽ ഒരു ചേഞ്ചും വരാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കറണ്ട് കുറച്ച് എന്തിനാ ഈ കറണ്ട് കുറയ്ക്കുന്നതെന്നറിയോ? H = I²RT എന്ന ഇക്വേഷനിൽ കറണ്ടിന് ഞാൻ പകുതിയാക്കി എന്ന് കൂട്ടിക്കും. കറണ്ടിനെ പകുതിയാക്കി. അപ്പൊ എന്താവും? പുതിയ H' എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറും? I/2 2 RT. ഇങ്ങനല്ലേ ഉണ്ടാവുക? അപ്പൊ H' വാല്യൂ എത്ര ഉണ്ടാവുക? I² I² / 2 4 RT. ഇനി നോക്ക്,
ഈ I സ്ക്വയർ RT എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹീറ്റ് അല്ലേ. സോ H ഡാഷ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ H/4. ഇതിനർത്ഥം എന്താ, ഞാൻ കറണ്ടിനെ ഇവിടെ പകുതിയാക്കിയ സമയത്ത്, കറണ്ട് പകുതി അങ്ങോട്ട് കുറച്ച സമയത്ത് ഹീറ്റ് 4 തവണ കുറഞ്ഞു. അതല്ലേ അർത്ഥം. കറണ്ടിനെ പകുതിയാക്കിയപ്പോൾ ഹീറ്റ്, ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് കറണ്ട് പകുതിയാക്കിയപ്പോൾ ഹീറ്റ് 4 തവണ കുറഞ്ഞു. അപ്പൊ കറണ്ട് കുറയ്ക്കുന്നതിനനുസരിച്ച് ഹീറ്റിന്റെ നഷ്ടം കുറയും. അപ്പൊ നമുക്ക് ആദ്യത്തെ വഴി എന്താ, കറണ്ട് കുറച്ചാൽ മതി. അപ്പൊ ഈ കറണ്ട് കുറയ്ക്കുന്ന സമയത്ത് എന്താകാൻ പാടില്ല, പവർ കുറഞ്ഞു. അപ്പൊ പവർ കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വോൾട്ടേജ് അങ്ങോട്ട് കൂട്ടും. സോ കറണ്ട് കുറച്ചു, പവർ കൂട്ടി, കറണ്ട് കുറച്ചു, പവർ കൂട്ടി, അല്ല വോൾട്ടേജ് കൂട്ടി, കറണ്ട് കുറച്ചു, വോൾട്ടേജ് കൂട്ടി, കറണ്ട് കുറച്ചു, വോൾട്ടേജ് കൂട്ടി. ഇപ്പൊ ഇത് ന്യൂട്രലായോ? ആയി. ഇപ്പൊ പവർ മാറ്റണ്ടോ? ഇല്ല. അപ്പൊ കറണ്ട് കുറയ്ക്കുക. ആദ്യത്തെ വഴി എന്താ, റെഡ്യൂസ് ദ കറണ്ട്, റെഡ്യൂസ് ദ കറണ്ട്. രണ്ടാമത്തെ വഴി എന്താ, ഇൻക്രീസ് ദ വോൾട്ടേജ്, ഇൻക്രീസ് ദ വോൾട്ടേജ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, വോൾട്ടേജ് കൂട്ടാൻ പറ്റുന്ന ട്രാൻസ്ഫോമർ ഏതാ, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് കൂട്ടുക. അപ്പൊ കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടാൻ പറ്റുന്ന വോൾട്ടേജ് കൂട്ടുക, വോൾട്ടേജ് കൂട്ടുക ട്രാൻസ്ഫോമർ ഏതാ, സ്റ്റെപ്പ് അപ്പ്. ഇപ്പൊ മനസ്സിലായോ? പവർ സ്റ്റേഷന് സബ്സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് 11 കിലോ വാട്ട് ഉണ്ടായിരുന്ന ആ ഒരു വോൾട്ടേജ് പെട്ടെന്ന് 112 കിലോ വാട്ടിലേക്ക് പോയില്ലേ, അത്രയും കൂടിയില്ലേ. എന്തുകൊണ്ടാ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചു. അപ്പൊ എന്തിനാ അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, തിന്നാനാണോ? വോൾട്ടേജ് കൂട്ടാൻ. എന്തിനാ വോൾട്ടേജ് കൂട്ടിയത്, കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറഞ്ഞ സമയത്ത് പവറിന്റെ നഷ്ടം ഉണ്ടാവാൻ പാടില്ല. വോൾട്ടേജ് കൂട്ടിയത് എന്തിനാ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനാ അവിടെ ഉപയോഗിച്ചത്, വോൾട്ടേജ് കൂട്ടാൻ. അപ്പൊ കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറഞ്ഞാൽ എന്താവും, ഹീറ്റ് ലോസ് ഉണ്ടാവില്ല. അപ്പൊ നൈസായിട്ട് നല്ല തണുത്ത കമ്പി കൂടിയേക്കും കറണ്ട് പോവുക. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ 2 പോയിന്റ് ആണ്, റെഡ്യൂസ് ദ കറണ്ട്, ഇൻക്രീസ് ദ വോൾട്ടേജ്. അതായത് വോൾട്ടേജ് കൂട്ടാന്ന് പറഞ്ഞാൽ യൂസ് ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പൊ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പറഞ്ഞൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പൊന്നുമക്കളെ. ഇത് വരാൻ ഞാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. സോ 2023 മാർച്ചിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ 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 സുറ 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 ക്വസ്റ്റ്യൻ ആണ് മക്കൾസ്, ഗൈസ്. സോ ഇത് ചിലപ്പോൾ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന്, 4നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സെറ്റായി. എന്താണെന്നറിയോ, നിങ്ങളെ വീട്ടിൽ 5 CFL ഉണ്ട്, 5 CFL ഉണ്ട്. ഒരു CFLന്റെ പവർ 20 വാട്ടാണ്. അടുത്തതിന്റെ അത് ഒരു ദിവസം ഉപയോഗിക്കുന്നത് 4 മണിക്കൂറാണ്. ഇനി അതുപോലെ തന്നെ 4 ഫാൻ ഉണ്ട്, 60 വാട്ടിന്റെ 4 ഫാൻ ഉണ്ട്, ഉപയോഗിക്കുന്നത് 5 മണിക്കൂറാണ്. ഒരു TV ഉണ്ട്, അല്ലാണ്ട് 10 രൂപ TV ഉണ്ടാവില്ലല്ലോ. ഒരു TV ഉണ്ട്, പവർ 100 വാട്ടാണ്, ടൈം 4 മണിക്കൂറാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോൺ ആണെങ്കിൽ 24 മണിക്കൂർ ചെയ്തിട്ടിരുന്നു അല്ലേ, അല്ലെ ആജീവനാന്തം ചെയ്തിട്ടിരുന്നു. സോ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ എന്താ ചോദിച്ചെന്നറിയോ, വാട്ട് വിൽ ബി ദ ഡെയിലി കൺസപ്ഷൻ ഷോൺ ബൈ ദ വാട്ട് ഹവർ മീറ്റർ. 24 മണിക്കൂർ 1 ഡേ, ഒരു ദിവസം ഈ വാട്ട് ഹവർ മീറ്ററിൽ നോക്കുന്ന സമയത്ത് അതിൽ എത്രയായിരിക്കും വൈദ്യുതോർജം കാണുക. ആ വൈദ്യുതോർജം എനർജി കൺസംഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നൊരു എനർജി. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നൊരു കൺസംഷൻ. 2 വരി, ഒറ്റ വരി ശ്രദ്ധിച്ചോളി. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നൊരു എനർജി. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നൊരു കൺസംഷൻ. മലയാളം മീഡിയം, വാട്ടിലുള്ള പവർ ഇൻറ്റു, ബാക്കി പാടൂല കേട്ടോ, മണിക്കൂറിലുള്ള സമയം ഡിവൈഡ് ബൈ 1000. വാട്ടിലുള്ള പവർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്തിലുള്ള പവർ എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, വാട്ടിലുള്ള പവർ. വാട്ട് പവറിന്റെ യൂണിറ്റ് എന്താ, വാട്ട്. സോ വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയത്തെ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഉപയോഗിച്ച ഊർജം കിട്ടും. ഓക്കെ, ഇക്വേഷൻ കൂടി പാടിക്കോ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നൊരു എനർജി. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നൊരു കൺസംഷൻ. ഇനി ആ ഇക്വേഷൻ ഇവിടെ എഴുതുക. ആ ഇക്വേഷൻ ഒറ്റ ഞാൻ എഴുതുള്ളൂ. ഇക്വേഷൻ എഴുതുള്ളൂ. ഇതാ ഇക്വേഷൻ, എനർജി കൺസംഷൻ കാണുന്ന ഇക്വേഷൻ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000 എന്നൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആദ്യം 5 CFL ലാമ്പിന്റെ കാണാൻ പോവാണേ. സോ അപ്പൊ പവർ ഇൻ വാട്ട് എത്ര, 20.
ഇൻറ്റു ടൈം ഇൻ ഹവർ എത്ര 4/1000. ഇത് ഒരു CFL 5 CFL ഇല്ലേ, അപ്പം എന്ത് ചെയ്യുക ഇൻറ്റു 5 കൂടി ഇടുക കേട്ടോ. അപ്പോൾ എത്രയായി? കട്ട് ചെയ്തോ, 0 കട്ട് ചെയ്തു. 4 5 20 20ൽ ഒരു 0 വീണ്ടും പോയി, 2 2 4 4/10 0.4. എന്താ കിട്ടിയത്? 0.4. അത് നിങ്ങൾ ചെയ്തോളാം കേട്ടോ, ഞാൻ എൻ്റെതായ രീതിയിലാണ് കട്ട് ചെയ്ത് കളിക്കുന്നത്. അടുത്തത് നമ്മുടെ 4 ഫാനിൻ്റെ എനർജി കാണാം. 4 ഫാൻ എത്ര ഉണ്ടാവും? പവർ ഇൻ വാട്ട് എത്ര? പവർ ഇൻ വാട്ട് 60 ഇൻറ്റു ടൈം 5 മണിക്കൂർ ഡിവൈഡ് ബൈ 1000 ഇൻറ്റു എത്ര ഫാൻ ഉണ്ട്? 4 ഫാന്. ഇതെന്തായി? എന്താ മോനെ ടൂള് മാറിപ്പോയോ? 4 ഫാൻ ഉണ്ട്. ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തോ. ഇതാ 5 4 20 0 കട്ടായി 0 കട്ടായി 10 2 5 ഉണ്ട് 6/5 എന്തുണ്ട്? 6/5 എന്തുണ്ട്? ചെയ്ത് നോക്കാം. 5 5 10 2 1.2 എന്ന് കിട്ടുമേ. ഇനി അടുത്തത് ഒരു ടി വിയാണ് എത്ര ഉണ്ടാവുക? പവർ ഇൻ വാട്ട് 100 ഇൻറ്റു ടൈം ഇൻ ഹവർ 4 മണിക്കൂർ ബൈ 1000. 0 കാട്ടെ 0 കാട്ടെ 4 10 കാട്ടെ 0.4. യെസ്, ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ചങ്ങായി 4 ഫാൻ. കാര്യം ഇവിടെ 60 വാട്ട് വരുന്നുണ്ടേ. അപ്പൊ നോക്കി നോക്കിയടാ, ഇതാ ടോട്ടൽ ഉപയോഗിച്ച് കാണണ്ടേ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 0.4 ഉണ്ട്, 1.2 ഉണ്ട്, പിന്നെ ഒരാളെ 0.4 ഉണ്ട്. ആഹാ, ഒരു ടി വിയും 5 CFL ഉപയോഗിക്കുന്നത് ഒരേ എനർജിയാണ്. അപ്പോൾ 0.4 കൂട്ടിയാൽ 0.8. 0.4 പ്ലസ് ഈ 1.2 കൂട്ടണം. ടോട്ടൽ എത്ര ഉണ്ട്? 0.4 0.8 പ്ലസ് 1.2 എത്ര ഉണ്ടാവുക? 2 യൂണിറ്റ് എന്താ? കിലോ വാട്ട് ഹവർ. ഇത് ഇടാൻ മറന്നു വരുതേ. അവിടെ ഒന്നും ഞാൻ ഇട്ടില്ലല്ലേ. കിലോ വാട്ട് ഹവർ. സോ 2 കിലോ വാട്ട് ഹവർ എന്ന് കിട്ടും. സോ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്, VS/VP ഇത് വെച്ചൊരു ഇക്വേഷൻ എന്തായാലും ഉണ്ടാവും. MS സൊല്യൂഷൻസിന്റെ ഒന്നാമത്തെ പ്രഡിക്ഷൻ ഇതുപോലെ ഇക്വേഷൻസ് തരും. എന്നിട്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറയും. അതങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. വിസ നൈസായി ഇന്ത്യൻ പോലീസ് UPയിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. സ്റ്റെപ്പ് അപ്പ്. ഇനി രണ്ടാമത്തെ ഷുവർ ക്വസ്റ്റ്യന് എന്താണത്? ഇതെന്താ? ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യം ചെയ്യാനുണ്ടാവും രണ്ടാമത്തെ ക്വസ്റ്റ്യന്. അതാ ഇവിടെ ചെയ്തിട്ടുണ്ട് ആൻസർ കീ ഒക്കെ. ഇനി മൂന്നാമത്തത് വാട്ട് ഹവർ മീറ്ററിന്റെ പലതരത്തിൽ, ഒന്നുകിൽ വാട്ട് ഹവർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ 3 ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യന് ഇതിപ്പോ കുറേ ഉണ്ടായോ? ഇല്ലല്ലോ. നാലാമത്തത് പവർ ലോസ് ചോദിക്കട്ടോ, അല്ലെ ട്രാൻസ്മിഷൻ ലോർജ്, പ്രസരണ നഷ്ടം എന്ന് പറയും. ലോസ് ഓക്കെ, അത് ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഒരു CFL ഉണ്ടാവും. അങ്ങനെ 5 ക്വസ്റ്റ്യൻ അല്ലേ? ആഹാ, അപ്പൊ 5 ക്വസ്റ്റ്യൻ. MS സൊല്യൂഷൻ പറഞ്ഞത് 5 ചോദ്യങ്ങളാണ്. ഇതിൽ എന്തായാലും ഒരു 3 ഷുവറാ. 3 ക്വസ്റ്റ്യൻ ഷുവറാണ്. സോ 3 ക്വസ്റ്റ്യൻ. ഈ ഒരു ഭാഗം ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 10ന്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്ത ഈ ചോദ്യങ്ങൾ എക്സാം ഹാളിൽ കാണട്ടെ. സോ ഗൈസ്, നിങ്ങൾ കണ്ടിട്ടേ പോകാവൂ. പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട ഫോർമാറ്റ് ISS സ്പേസ് MS സൊല്യൂഷൻ. അങ്ങനെ ഒരു സ്പേസ് ഇല്ല കേട്ടോ. സോ ഗൈസ്, എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഫിസിക്സ് പരീക്ഷ ടഫ് ആവാറുണ്ട്, എളുപ്പമാവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഫിസിക്സ് പരീക്ഷ ടഫ് ആവാനാണ് സാധ്യത. പക്ഷേ ഞാനൊന്നും പറയുന്നില്ല. ബിക്കോസ് ടഫാവോ എളുപ്പമാവോ ഒന്നും നമ്മളല്ല തീരുമാനിക്കേണ്ടത്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. സോ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അയോണിക് ബോണ്ട് അല്ല, പകരം നിങ്ങൾ കോവാലൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സുകളും ട്രിക്സുകളുമായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുന്നേ. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ശംഭോ മഹാദേവ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.